കോഴിക്കോട് ഒരു 50 കോടി ആസ്തിയിൽ ഇബ്രാഹിഖാൻ്റെ കഥ നിങ്ങൾക്ക് അറിയാം. ഇബ്രാഹിഖ് 2 മക്കളാണ്, ഒരു റഹ്മാനും ഒരു റഹീമും. റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ ഒരാൾ ദുബായിലാണ്, ഒരാൾ ഇന്ത്യയിലാണ്. അപ്പോൾ റഹ്മാൻ റഹീം എന്തിനു വേണ്ടി അടികൂടുന്നത്? സ്വത്തിന് വേണ്ടിയിട്ട്. ഇബ്രാഹിഖാൻ്റെ ഇബ്രാഹിഖാൻ്റെ സ്വത്തിന് വേണ്ടിയിട്ട് അടി ഉണ്ടാക്കുന്നത്. അപ്പോൾ റഹ്മാൻ്റെ കൂടി റഹീമിൻ്റെ കൂടി പറഞ്ഞ് ഞാൻ സ്വത്തൊന്നും വാങ്ങാൻ വെക്കുന്നില്ല, വേണമെങ്കിൽ 5 കോടി വെച്ചിട്ട് 2 തരാം. അപ്പോൾ 5 കോടി വെച്ച് 2 കൊടുത്തപ്പോൾ റഹ്മാൻ 5 കോടി കൊടുത്ത്. അപ്പോൾ റഹ്മാൻ ദുബായിലല്ലേ ഉള്ളത്, അപ്പോൾ അതിന് ദുബായ് ദിർഹംസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അപ്പോൾ 2.1 മില്യൺ. അപ്പോൾ റഹീം ഇന്ത്യയിലുള്ളത് 5 കോടി കൊടുത്ത്. അപ്പോൾ ഇവർ രണ്ടുപേരും എന്ത് ചെയ്ത് അപ്പാർട്ട്മെൻറ്റ് വാങ്ങി 2 സ്ഥലങ്ങളിലായിട്ട്. ഒരാൾക്ക് 3 ബെഡ്റൂം കിട്ടി, ഒരാൾക്ക് 2 ബെഡ്റൂം കിട്ടി, ഒരാൾക്ക് 3 ബെഡ്റൂം കിട്ടി. 2 ബെഡ്റൂം കിട്ടിയ ചങ്ങായിക്ക് ഒരു മാസം 1 ലക്ഷം മാത്രം. അത് ദിർഹമാണേ. 1 ലക്ഷം ദിർഹം എന്ന് പറഞ്ഞാൽ നാട്ടിലെ 22 ലക്ഷം രൂപ. അതേ റഹീമും അതേ 5 കോടി ചിലവഴിച്ചിട്ട് 3 ബെഡ്റൂം വാങ്ങിയിട്ട് കിട്ടുന്ന ഒരു വർഷം കിട്ടുന്ന 4,50,000 INR. ഇവിടെ വ്യത്യാസം നോക്കൂ, 22 ലക്ഷവും 4 ലക്ഷവും. അതിൽ ക്യാപിറ്റൽ ടാക്സ്, ഇൻകം ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്